കൊച്ചിയിലെ അൽ റീം ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണം ഷിഗല്ല ബാക്ടീരിയ എന്ന കണ്ടെത്തൽ. 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കൊച്ചി അൽ റീം ഹോട്ടൽ അടപ്പിച്ചിരുന്നു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി നിഷ ദിലീപാണ് ചേരുന്നത്. നിഷ, ഈ കൊച്ചിയിലെ ഈ ഹോട്ടലിൽ കഴിഞ്ഞ 2 ദിവസം മുൻപോ മറ്റോ ആയിരുന്നു 50-ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിലായി കിടക്കേണ്ടി വന്നത്. ഇപ്പോൾ അതിലെ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊരു ഗുരുതരമായ സാഹചര്യമാണെന്ന് ആലോചിക്കണം നമ്മൾ. അപ്പോൾ ഇതിൽ മയോണൈസ് കഴിച്ചതിൽ നിന്ന്, അതായത് മന്തിക്കൊപ്പം ലഭിക്കുന്ന മയോണൈസ് കഴിച്ചതിൽ നിന്നുമാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഹോട്ടൽ അടപ്പിച്ചതും തുടർന്നുള്ള നടപടികളും എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം? ആരതി, ഈ മാസം 10-11 തീയതികളിൽ ഈ അൽ റീം ഹോട്ടലിൽ നിന്നത് കലൂർ കടവന്തറ റോഡിൽ കത്രിക്കടവ് ഭാഗത്തുള്ള അൽ റീം ഹോട്ടലാണ്. ഈ അൽ റീം ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച ആളുകൾക്കാണ്, അവിടുന്ന് ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. ഏതാണ്ട് 50ഓളം പേരെ ഈ 10-11 ദിവസങ്ങളിലായി 50ഓളം പേരെയാണ് എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ഇത്രയും അധികം ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായ സാഹചര്യത്തിൽ എന്തായാലും ആരോഗ്യവകുപ്പ് ഇവരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. അതിൽ നിന്നാണ് ഈ 3 പേർക്ക്, ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയ 3 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും 25ഓളം പേർ നിലവിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ആദ്യഘട്ടം ചികിത്സ തേടിയ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ബാക്കിയുള്ളവരുടെ സാമ്പിളുകൾ കൂടി പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് ആരോഗ്യവകുപ്പ്. വരും ദിവസങ്ങളിൽ അവരുടെ സാമ്പിൾ പരിശോധനകൾ നടക്കും. ഈ അൽ റീം ഹോട്ടലിൽ നിന്ന് കുഴിമന്തിയും കഴിച്ച ആളുകൾക്ക്, അതായത് കുഴിമന്തിയുടെ കൂടെ കഴിച്ച മയോണൈസിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ആരോഗ്യവകുപ്പ് ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിലും കൂടുതൽ പരിശോധനകൾ അത്യാവശ്യമാണ് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. മെഡിക്കൽ ഓഫീസറും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ മയോണൈസ്, ചിക്കൻ വിഭവങ്ങൾ കഴിച്ച ആളുകൾക്കാണ് ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. ഇവർക്കെല്ലാവർക്കും തന്നെ ഭക്ഷ്യവിഷബാധ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ചികിത്സയിൽ തുടരുന്ന 25ഓളം പേരുടെ സാമ്പിളുകൾ കൂടി ശേഖരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിൽ നിന്നും ശേഖരിച്ച ഭക്ഷണത്തിൻ്റെ സാമ്പിളുകളും അവിടുത്തെ ജലത്തിൻ്റെ സാമ്പിളുകളും ഒക്കെ തന്നെ വിശദമായ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. ഈ അൽ റീം ഹോട്ടലിന് കൊച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഔട്ട്ലെറ്റുകളുണ്ട്. എന്തായാലും ഈ ഒരു ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ നിലവിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നതും. ഈ ഔട്ട്ലെറ്റ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾക്ക് ശേഷം അടച്ചു പൂട്ടിയിട്ടുണ്ട്. പൂണിത്ര സ്വദേശിയായ ഒരാളാണ് ആദ്യം ഈ അൽ റീമിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന പരാതിയുമായി വന്നത്. ഈ പൂണിത്ര സ്വദേശി നൽകിയ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് ഹോട്ടൽ ഉടമകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സ്ഥാപനം അടച്ചു പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പരിശോധനകൾ, എല്ലാ ഹോട്ടലുകളിലും തന്നെ ഇത്തരത്തിൽ പരിശോധനകൾ വ്യാപകമാക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിഷ, ഈ 25 പേര് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ 3 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളത് നിലവിൽ ആശ്വാസകരമാണ്. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഇതേ ഔട്ട്ലെറ്റിന്, ഈ അൽ റീം ഹോട്ടലിന് നിരവധി ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അത് കൊച്ചിയിൽ മാത്രമാണോ ഉള്ളത്? സംസ്ഥാനത്തിന് മറ്റേതെല്ലാം ഭാഗങ്ങളിലുണ്ട്? അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള മന്തിക്കടകൾ ഈ അടുപ്പ് കൂട്ടിയിരിക്കുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തെമ്പാടുമുണ്ട്. അപ്പോൾ ഈ ആരോഗ്യ വകുപ്പിൻ്റെ പരിശോധന ഇനിയും കർശനമായി തുടരേണ്ട ഒരു സാഹചര്യമില്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ഈ അൽ റീം ഹോട്ടലിന് എറണാകുളം നഗരത്തിലടക്കം വിവിധ പല ഇടങ്ങളിൽ ഔട്ട്ലെറ്റുകളുണ്ട്. ഇതിപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായതും അടപ്പിച്ചതുമൊക്കെ കത്രിക്കടവ് ഭാഗത്തുള്ള ഔട്ട്ലെറ്റാണ്. ബാക്കി ഔട്ട്ലെറ്റുകൾ കൂടി ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് പരിശോധനകൾ നടത്തിയേക്കാം. കാരണം ഒരു സ്ഥലത്ത് നിന്ന് പാചകം ചെയ്യുന്ന ഭക്ഷണം മറ്റ് ഇടങ്ങളിലേക്ക്, ആളുകളുടെ എണ്ണമൊക്കെ കൂടുന്നതനുസരിച്ച് മറ്റ് ഔട്ട്ലെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പതിവ് ഈ ഹോട്ടലുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി എവിടെങ്കിലും ഇത്തരത്തിൽ ആളുകൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ആതിര പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിൽ നിരവധി ഇത്തരത്തിൽ കുഴിമന്തി ഹോട്ടലുകളുണ്ട്. അവിടെയൊക്കെ നിരവധി ആളുകളും ഈ കുഴിമന്തി കഴിക്കാനായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ കുഴിമന്തി വിൽക്കുന്ന ഹോട്ടലുകളും ഒക്കെ തന്നെ പരിശോധന ശക്തമാക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അവിടുന്ന് സാമ്പിളുകൾ എടുത്ത് അൽ റീം ഹോട്ടലിൻ്റെ ഈ നിലവിൽ
വിഷബാധ ഉണ്ടായിരിക്കുന്ന ഹോട്ടലിൽ നിന്നും സാമ്പിൾ എടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എറണാകുളത്തെ DMO നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചും ഈ ചിക്കനും ഒപ്പം തന്നെ ഇതിൻ്റെ കൂടെ നൽകിയ മയോണൈസുമാണ് ഇത്തരത്തിൽ ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ്. ഇതൊക്കെ പ്രാഥമിക നിഗമനങ്ങൾ മാത്രമാണ്. എന്തായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് വെള്ളത്തിൽ കൂടിയാണോ അല്ലെങ്കിൽ ഈ കഴിച്ച മയോണൈസിൽ കൂടിയാണോ ഇത്തരത്തിൽ ഈ രോഗബാധ ഉണ്ടായിരിക്കുന്നെന്നുള്ള കാര്യമൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ എറണാകുളത്തെ എല്ലാ ഹോട്ടലുകളിലും തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടുതൽ പരിശോധനകൾ കർശനമാക്കും എന്നും അറിയിക്കുന്നുണ്ട്. ആതിര. ശരി, നിഷയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.